മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 152 അടിയാക്കി ഉയർത്തും. തമിഴ്നാട് ജനതയുടെ സ്വപ്നം DMK സാധ്യമാക്കുമെന്ന് മന്ത്രി. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 152 അടിയാക്കി ഉയർത്തുക എന്നത് തമിഴ്നാട്ടുകാരുടെ സ്വപ്നമാണെന്നും ഈ സ്വപ്നം DMK നടപ്പാക്കുമെന്നും തമിഴ്നാട് ഗ്രാമവികസന തദ്ദേശ വകുപ്പ് മന്ത്രി I. പെരിയസ്വാമി. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഇക്കാര്യം ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിരുന്നതായും പെരിയസ്വാമി പറയുന്നു. തേനി ജില്ലയിലെ മഴക്കെടുതികൾ വിലയിരുത്തിയ ശേഷമാണ് പെരിയസ്വാമിയുടെ പ്രതികരണം. സുപ്രീം കോടതി വിധിയനുസരിച്ച് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ തമിഴ്നാട് സർക്കാരിന് അവകാശമുണ്ട്. വൈക്കം സന്ദർശനവേളയിൽ കേരള മുഖ്യമന്ത്രിയുമായി സംസാരിക്കാൻ MK സ്റ്റാലിൻ തീരുമാനിച്ചിരുന്നുവെന്നും പെരിയസ്വാമി വ്യക്തമാക്കി. മുല്ലപ്പെരിയാറിൽ അറ്റകുറ്റപ്പണികൾ നടത്താൻ തമിഴ്നാടിന് കേരളം അനുമതി നൽകിയിരുന്നു. ജലവിഭവ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്. അണക്കെട്ടിലും സ്പിൽവേയിലും സിമന്റ് പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള അറ്റകുറ്റപ്പണികളാകും തമിഴ്നാട് നടത്തുന്നത്. ജനങ്ങളുടെ ഭീതി ഒഴിവാക്കാൻ നിലവിലുള്ള അണക്കെട്ടിൽ താൽക്കാലിക അറ്റകുറ്റപ്പണികൾക്ക് മാത്രമാണ് അനുമതി നൽകുന്നതെന്നും ഉത്തരവിൽ പറയുന്നു. ഇടുക്കി MI ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെയോ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ഓഫീസർമാരുടെയോ സാന്നിധ്യത്തിൽ വേണം പണികൾ നടത്താനെന്ന് ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. നിർമ്മാണ സാമഗ്രികൾ എത്തിക്കുന്ന സമയമടക്കം മുൻകൂട്ടി അറിയിക്കണം. വനനിയമങ്ങൾ പാലിച്ച് രാവിലെ 6-നും വൈകിട്ട് 6-നും ഇടയിൽ മാത്രമായിരിക്കും വാഹനങ്ങൾക്ക് അനുമതി നൽകുക. തേക്കടി, വള്ളക്കടവ് ചെക്ക് പോസ്റ്റുകളിൽ വാഹനങ്ങളുടെയും കൊണ്ടുപോകുന്ന സാമഗ്രികളുടെയും വിവരങ്ങൾ രേഖപ്പെടുത്തും. സംസ്ഥാന സർക്കാർ അനുമതി നൽകാത്ത ഒരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളോ അറ്റകുറ്റപ്പണികളോ ഡാം സൈറ്റിൽ നടത്താൻ പാടില്ല. ഇതും ഉത്തരവിൽ പറയുന്നുണ്ട്.